നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്യൺ ബീസ് ഇന്റർനാഷണൽ എന്ന ഒരു കമ്പനിയുടെ തട്ടിപ്പിനോട് അനുബന്ധിച്ചിട്ടുള്ള കഥകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുള്ളതാണ്. 150 കോടി രൂപയിലേറെ തട്ടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട്. ഈ ബില്യൺ ബീസ് എന്ന് പറയുന്നത് സുബിൻ, ബിബിൻ, ലിബിൻ എന്ന് പറയുന്ന കോംബ്ര ബ്രദേഴ്സ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അവരുടെ ഉടമസ്ഥയിലുള്ള കമ്പനിയാണ് ബില്യൺ ബീസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. മീഡിയ ഒക്കെ പറയുന്നത് ഇവരുടെ പിതാവ് ഒരു ഗാർഡനർ ആയിരുന്നു, ഇവർക്കോ ഇവരുടെ കുടുംബത്തിനോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ. ഇതിൽ ബിബിൻ എന്ന് പറയുന്ന ആള് ബാങ്കിന്റെ ഒരു സെയിൽസിലോ മറ്റോ വർക്ക് ചെയ്തു എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് തുടങ്ങിയെന്നു. 2019 ഇരിങ്ങാലക്കുടയിൽ ഇതിന്റെ ഒരു ഓപ്പറേഷൻസ് ഒക്കെ തുടങ്ങി. 2022-23 കാലങ്ങളിലാണ് ബില്യൺ ബീസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി രൂപീകൃതമായത്. ഇതാണ് മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ നിന്നുള്ള ഡേറ്റ നമുക്ക് ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇത് കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ മറ്റനേകം സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. നമുക്കറിയുന്ന പോലെ തന്നെ, എപ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ, കുഞ്ഞായിട്ട് തുടങ്ങുന്ന പല മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും പിരമിഡ് സ്കീമുകളും പോൺസി സ്കീമുകളും മണി ചെയിൻ പ്രസ്ഥാനങ്ങളും ഒക്കെ ഒരിടത്തുനിന്നും മറ്റിടത്തേക്ക് വ്യാപിക്കുന്ന പോലെ ഇതും വ്യാപിച്ചു. പറയപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിലും ഇതിന്റെ ബ്രാഞ്ചുകൾ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ മിഡിൽ ഈസ്റ്റില് ബില്യൺ ബീസ് ഫോറക്സ് എന്ന് പറയുന്നത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് നമുക്ക് അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലൊന്നും പോയാൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്, എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. കാരണം പത്രമാധ്യമങ്ങളിലൂടെ വരുന്നത് ബില്യൺ ബീസ് വെറുതെ ഒരു പണം വാങ്ങിച്ചിട്ട് മണി ചെയിൻ പോലത്തെ ഒരു തട്ടിപ്പ് പ്രസ്ഥാനം മാത്രമല്ല, അതിനകത്ത് ബ്ലാക്ക് മണിയും കൂടി ഇൻവോൾവ് ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ മിക്കതും ദുബൈയിലോ സിംഗപ്പൂരോ മൗറീഷ്യസിലോ ഉള്ള ഏതെങ്കിലും ഒരു ഷെൽ കമ്പനി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് മണി ലോണ്ടറിങ് നടത്തുക എന്ന് പറയുന്നതാണ് ഒരു ലോക തത്വം. അപ്പോൾ ഇവർ എന്താണ് നൽകിയിരുന്ന വാഗ്ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപിക്കുന്നു, എല്ലാ മാസവും 50,000 രൂപ, അതായത് എല്ലാ മാസവും 5% നിങ്ങൾക്ക് റിട്ടേൺസ് ലഭിക്കുമെന്നാണ്. അതായത് 60% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വാർഷികമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നർത്ഥം. പക്ഷെ നമ്മൾ കമ്പനി എന്തിനു വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് നമ്മൾ മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിന്റെ വെബ്സൈറ്റിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ കമ്പനിയുടെ ബിസിനസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അതായത് മെയിൻ്റെനൻസ് ഓഫ് വെബ്സൈറ്റ്, മൾട്ടിമീഡിയ പ്രസന്റേഷൻസ്, ഫേംസ്, അങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷെ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഓപ്പറേഷനാണ് ഈ കമ്പനി തുടങ്ങിയത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ്, ഫോറക്സ് ട്രേഡിംഗ് നിങ്ങളെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സുകളാണ്. ഇപ്പൊ കമ്പനിയുടെ വെബ്സൈറ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒട്ടനേകം ട്രെയിനിങ് കമ്പനികളുടെ, സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറക്സ് ട്രെയിനിങ് കമ്പനികളുടെ വെബ്സൈറ്റ് പോലെയൊക്കെ തന്നെയാണ്. പണമില്ലാത്ത നിങ്ങളെ ഞങ്ങൾ പണക്കാരാക്കാം എന്ന് പറഞ്ഞ് ലേൺ, ട്രേഡ്, ഏൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളിസിയാണ്. പലതരത്തിലുള്ള ഓൺലൈനും ഓഫ്ലൈനും മാസ്റ്റർ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. താരതമ്യേന മറ്റ് ട്രെയിനിങ് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തുലവും തുച്ഛമായിട്ടുള്ള ഒരു തുകയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. 15,000 രൂപ ഓൺലൈൻ കോഴ്സിനും 30,000 രൂപ ഓഫ്ലൈൻ കോഴ്സിനും ചാർജ് ചെയ്യുന്നു. കൂടാതെ ഇവരുടെ തന്നെയും അതേപോലെ ചില പത്രമാധ്യമങ്ങളുടെ വെബ്സൈറ്റിലും ഒക്കെ ഇവരുടെ ട്രേഡിംഗ് ഫ്ലോർ ഒക്കെ ഇനോഗ്രേറ്റ് ചെയ്തതിനെ കുറിച്ചും ട്രേഡ് ഫ്ലോറിന്റെ ഗുണഗണങ്ങളെ കുറിച്ചുമുള്ള വാഴ്ത്തിപ്പാടലുകളൊക്കെ ഉള്ള വീഡിയോസ് ഒക്കെ ഒട്ടനേകം അവൈലബിൾ ആണ്. ആ വാഴ്ത്തിപ്പാടലുകൾ നടത്ത പത്രമാധ്യമങ്ങളൊക്കെ തന്നെ ആണ് ഇപ്പോഴും തട്ടിപ്പുകാരൻ എന്ന ഒരു വാർത്തകൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ വൈരുദ്ധ്യം. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇത്രയൊക്കെ വലിയ ബിൽഡപ്പ് ഉണ്ടെങ്കിൽ പോലും കമ്പനി വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ അഡ്രസ്സ് കണ്ടുപിടിക്കുക സാധ്യമല്ല. 2 ഫോൺ നമ്പർ കൊടുത്തു എന്നുള്ളത് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇത് തന്നെ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് വലിയ വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കമ്പനി എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ കൂടിയും അതിന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, പണം ഈ പറഞ്ഞ പോലെ 4-5 വർഷങ്ങളായിട്ട് പലർക്കും കൊടുത്തുകൊണ്ടിരുന്നു പറഞ്ഞതുപോലെ എന്നുള്ളത് നമുക്ക് അനുഭവസ്ഥരിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇല്ലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ കുറെ പരാതികൾ വന്നേനെ. അപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്ങിന്റെ ട്രെയിനിങ്ങിന് എന്ന് പറഞ്ഞിട്ട് ആളുകൾ വരുന്നു, അവരെ ട്രെയിൻ ചെയ്യുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു. നമുക്ക് യൂട്യൂബ് വീഡിയോകളിൽ തന്നെ ഉള്ള അനുഭവ സാക്ഷ്യങ്ങൾ ഒരു വീട്ടമ്മ പറയുന്നത് നമുക്ക് കേട്ടാൽ മനസ്സിലാകും. അതായത് ഇവരുടെ ട്രെയിനിങ് പ്രോഗ്രാമിന് വന്നു, ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷവും കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഇവരുടെ സഹായത്തോടു കൂടി ട്രേഡ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അത് വലിയ ലാഭത്തിലേക്ക് കലാശിച്ചു എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് അനുമാനിക്കാവുന്ന ഒരു കാര്യം മറ്റൊന്നുമായിരിക്കില്ല. ട്രെയിനിങ് കൊടുക്കുന്നു. ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ, മറ്റുള്ളവരെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ തുച്ഛമായ 15,000 രൂപയ്ക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നു. അല്ലെങ്കിൽ അവിടെ ഓൺ ഫ്ലോർ ഓഫ്ലൈൻ തന്നെ 30,000 രൂപയേ ഉള്ളൂ. അപ്പൊ ട്രെയിനിങ് കൊടുക്കുന്നു, അവിടെ വരുന്നു. അവർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞിട്ടും വേണ്ട വിധത്തിലുള്ള ഒരു ഫലപ്രാപ്തി ലഭിക്കാത്തത് കൊണ്ട് ഇവർ മിക്കവാറും ഒരു വാഗ്ദാനം കൊടുത്തിരിക്കാനാണ് വഴി. അതായത് നിങ്ങളുടെ ക്യാപിറ്റൽ ഞങ്ങളെ ഏൽപ്പിക്കൂ, ഞങ്ങൾ ട്രേഡ് ചെയ്തിട്ട് മിനിമം ഇത്ര പൈസ, അതായത് 5% മാസാമാസം നൽകാം. ഇത് കേൾക്കുമ്പോൾ പലരും അതിൽ വീണുപോകും.
എന്തിന് ഞാൻ ഇത്രയും തലവേദന എടുത്തിട്ട് ട്രേഡ് ചെയ്യണം? ഇവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇത്ര വലിയ ഹൈപ്പൊക്കെ കൊടുക്കുന്നത് കൊണ്ട് 5% വെച്ച് എല്ലാ മാസവും ലഭിക്കുമെങ്കിൽ ഞാനൊരു 10 ലക്ഷം രൂപ എവിടെന്നെങ്കിലും കൊണ്ടുപോയിട്ട് കടമെടുത്തിട്ടെങ്കിലും കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ എന്റെ ജീവിതം അതുവഴി നടന്നു പോവുകയുള്ളൂ. ഞാൻ വേറെ ജോലിക്കൊന്നും പോകണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം കൊണ്ടുപോയിട്ടത്. പിന്നെ ഈ കിട്ടുന്ന പണം എന്ത് ചെയ്യുന്നു എന്നാണ് ചോദ്യം. പ്രധാനമായും ഇത് സംഭവിച്ചിരിക്കാനുള്ള ഒരു വഴി, ഇതൊരു മണി ചെയിൻ മാതൃകയിൽ നടത്തിക്കൊണ്ടുപോയി. നമ്മുടെ ഇവിടുത്തെ പല മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുകളും ഡയറക്ട് സെല്ലിംഗ് എന്ന് അവകാശപ്പെടുന്ന പല മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുകളും അവര് ചെയ്യുന്ന അതേ പണി തന്നെ. അതായത് കൂടുതൽ പുതിയ പുതിയ ആളുകൾ വരുന്നു, ആ പണം എടുത്തിട്ട് മുമ്പ് ചേർന്നവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു മണി ചെയിൻ മോഡലില്, പോൺസി സ്കീം മോഡലില് ആയിരിക്കണം നടത്തിയിരിക്കേണ്ടത്. ഇതിന് എപ്പോഴാണ് ഈ പരാതികൾ വന്നു തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്യാൻ വരാതിരിക്കുക എന്നുള്ളതിനാണ്. എപ്പോഴാണ് കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്യാൻ വരാതിരിക്കുന്നത്? സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞൊരു 3-4 മാസങ്ങളായിട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ അകത്ത് ഓൾറെഡി ഇറങ്ങിയവർ ഇതിന്റെ അകത്ത് എണീറ്റ് ഓടാൻ വേണ്ടി നോക്കുന്ന ഒരു സമയമാണ്. കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ് 3-4 മാസങ്ങളിൽ തകർന്നടിയുന്നു, പണം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള ഒരു പത്രമാധ്യമങ്ങളുടെ വാർത്തകളെ തുടർന്ന് ആരും ഇതിലേക്ക് വരുന്നില്ല. ഉള്ളവർ തന്നെ ഇതിന്റെ അകത്ത് പേടിച്ചരണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതിനെ തുടർന്ന് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ പണം കൊടുത്തവർ പലരും കുറച്ച് പണം കിട്ടിയതിന് ശേഷം എന്റെ പൈസ തിരിച്ചു തന്നേക്ക്, സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകുന്നുള്ള പത്രമാധ്യമങ്ങളെ തുടർന്ന് അങ്ങനെ ഇവർ തിരിച്ച് ആവശ്യപ്പെട്ടിരിക്കാനുള്ള വഴിയുണ്ട്. അതായത് പുതിയ ആളുകൾ വരുന്നുമില്ല, ഉള്ളവർ പണം തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് ഈ മണി ചെയിൻ പ്രസ്ഥാനങ്ങളൊക്കെ റിഡംഷൻ വന്നു കഴിഞ്ഞാൽ തകർന്ന് പൊളിഞ്ഞ് താണടക്കല്ലായി പോകും. അതായിരിക്കാം സംഭവിക്കാനുള്ള വഴി. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്, ഇട്ട പണം വെച്ചിട്ട് പെട്ടെന്ന് ട്രേഡ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാമെന്ന് കരുതി ഇവർ, അതായത് ഈ കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ടുള്ള ബിബിനും സഹോദരങ്ങളും ട്രേഡിംഗ് ചെയ്തിരിക്കാൻ വഴിയുണ്ട്. അതായത് നമ്മൾ കണ്ണൂരിൽ തന്നെ കണ്ടു, ഫോറക്സ് ട്രേഡിംഗ് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം നാട്ടുകാരുടെയൊക്കെ പണം വാങ്ങിച്ച് അവസാനം 100 കണക്കിനും 1000 കോടികൾ വാങ്ങിച്ചിട്ട് അവസാനം ട്രേഡ് ചെയ്ത് നഷ്ടപ്പെട്ടു. അദ്ദേഹം പിന്നെ വീണ്ടും ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞ് അതും തട്ടിപ്പിന്റെ ഒരു കഥകളായിരുന്നു എന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു. ഇതേപോലെ തന്നെ ട്രേഡ് ചെയ്ത് പണം നഷ്ടപ്പെട്ടു പോയിരിക്കാം, അതിനെ തുടർന്ന് ഇവർ കടക്കണിയിലായിരിക്കാം. അതായിരിക്കാം ഒരു കാരണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഏറ്റവും മിനിമം അത് സമാധാനിക്കാം, ട്രേഡ് ചെയ്ത് പണം നഷ്ടപ്പെട്ടത് കൊണ്ട് ആണ് എന്ന്. മറ്റൊന്നും കൊണ്ടല്ല, അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് ട്രേഡിങ്ങിന്റെ അകത്തോ ഇൻവെസ്റ്റ്മെന്റിന്റെ അകത്തോ വലിയൊരു ചരിത്രമില്ലാത്ത ചെറുപ്പക്കാരാണ് ഇവർ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്രമാധ്യമങ്ങളിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു വരുന്ന എല്ലാവരും കാര്യം, ഇവർ പണം കൊടുക്കുന്നത് ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ പോലും പണം തിരിച്ച് ഇവർക്ക് ഈ മാസാമാസം ലഭിക്കുന്നത് ക്യാഷ് ആയിട്ടാണ്, ലിക്വിഡ് ക്യാഷ് ആയിട്ടാണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടു, ഇതിനകത്ത് വെറും ഒരു തട്ടിപ്പ് മാത്രമല്ല ഇതിന്റെ അകത്തുള്ളത്, ഇതിനകത്ത് ബ്ലാക്ക് മണി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇതിന്റെ തന്നെ പ്രൊമോട്ടർ ആയിട്ടുള്ള ബിബിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് സഹിതമാണ് മിക്ക പത്രമാധ്യമങ്ങളും അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് ബ്ലാക്ക് മണി അതിന്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ കള്ളനോട്ടും ചിലപ്പോൾ ഇൻവോൾവ് ആയിട്ടുണ്ടാകാം. അപ്പോൾ ഈ കള്ളനോട്ടും ബ്ലാക്ക് മണി ആകാം മിക്കവാറും ലിക്വിഡ് ക്യാഷ് ആയിട്ട് ഇവർക്ക് ലാഭവിഹിതമായിട്ട് എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിനൊരു അറുതി വന്നു കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ട് കൊടുക്കാൻ പിന്നെ പറ്റുന്നില്ല. സാധാരണ രീതിയിൽ ബ്ലാക്ക് മണി ലോണ്ടറിംഗ് ഒക്കെ നടക്കുന്നതിനകത്ത് എവിടെയെങ്കിലും ഒരു ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്യാഷ് ഫ്ലോ അവിടെ നിലച്ചു പോകും. പലപ്പോഴും തകർന്നു തരിപ്പണാവുന്നത് അവിടെയാണ്. കള്ളത്തരം തന്നെ അധികം കാലം ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. പിന്നെ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന എല്ലാവരെ സംബന്ധിച്ചും അവർക്കുള്ള ഏറ്റവും വലിയൊരു സമാശ്വസിപ്പിക്കുന്ന കാര്യം, 100 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയാൽ പോലും 50 കോടി രൂപയ്ക്ക് കേസ് ഉണ്ടാവുകയുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പലതിന്റെ അകത്ത് കൊണ്ടിട്ട് പണം ഇടുന്നവരുടെ പലരുടെയും പണം അത് ബ്ലാക്ക് മണി ആയിരിക്കും. ഈ ഒരു കാര്യം പണം തിരിച്ചു ചോദിക്കുമ്പോൾ തിരിച്ച് ഇവർ അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും പലപ്പോഴും. കാരണം നിങ്ങൾ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 30 ലക്ഷം രൂപ 100 കോടി രൂപ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കേസ് കൊടുക്കുകയാണെങ്കിൽ ഈ പണം നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത് പോലീസ് നിങ്ങളോട് തിരിച്ചു ചോദിക്കുമെന്നുള്ളതും ഇവർ തിരിച്ചു പറയും. അതോടുകൂടിയിട്ട് ഈ കേട്ടവരെല്ലാവരും പേടിച്ചിട്ട് കുറെ മാറി നിൽക്കുകയും ചെയ്യും. കാരണം പണം പോയാലും വേണ്ടില്ല, പുതിയൊരു കേസ് വരാണ്ടിരുന്നാൽ മതി എന്ന് കരുതി. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് അറിയാതെ പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിത്തകർന്ന് താഴെ പോയതാണോ എന്നുള്ളത്. ഇല്ല, അങ്ങനെ അല്ല എന്നുള്ളത് നമ്മൾ ഒരു ഓൺലൈൻ റിസർച്ച് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. യൂട്യൂബോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ഇതിനെക്കുറിച്ചുള്ള വലിയൊരു ഹൈപ്പ് കൊടുത്തിരുന്നു. ട്രേഡ് ഫ്ലോറിനെ കുറിച്ചും അവിടെയുള്ള ഫെസിലിറ്റീസിനെ കുറിച്ചും റിക്രിയേഷണൽ ഏരിയയെ കുറിച്ചും മെഗാ സ്ക്രീൻസിനെ കുറിച്ചും എല്ലാം കൊടുത്തിരുന്നു. ട്രേഡ് ഫ്ലോർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പുരാതന കാലങ്ങളിൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടുള്ള പല പല ട്രേഡിംഗ് ടെർമിനലുകളെയും ചുറ്റളവിൽ ഇരുന്നിട്ട് പലരും ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു 10, 25, 30 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ, എൻ്റെ പിതാവിന്റെ കൂടെ ജിയോജിത്തിന്റെ, അന്നത്തെ കാലത്ത് ജിയോജിത്താണുള്ളത്, ജിയോജിത്തിന്റെ പല ഓഫീസുകളിലും പോകുമ്പോൾ കാലത്ത് തന്നെ ഒരു ടെർമിനലിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഡീലറുടെ ചുറ്റും 5-10 പേർ കൂടിയിരുന്നിട്ട്, നെക്സ്റ്റ് ടെർമിനലാണെന്നുള്ളത് അതിന്റെ കൂടെ ഇരുന്നിട്ട് ബൈ സെൽ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രേഡ് കോഡും പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷം ഈ ഒരു പ്രസ്ഥാനം ഇത്തരത്തിൽ വന്നത് കോവിഡിന് ശേഷമാണ്. പക്ഷെ അതിനും ഒരു ഹൈപ്പ് കൊടുത്തു, കുറെ പേർ ആ വഴിക്ക്. പക്ഷെ ഇത് നമുക്ക് ഒട്ടും അറിയാത്തതല്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കമ്പനിയുടെ ഗൂഗിൾ റിവ്യൂ എടുത്ത് നോക്കുക. കാരണം ഗൂഗിൾ റിവ്യൂവിന്റെ അകത്ത് വരുന്ന റിവ്യൂസ് മാറ്റാൻ കഴിയില്ല. നമ്മൾ ഈ ഒരു കമ്പനിയുടെ ഗൂഗിൾ റിവ്യൂസ് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ റിവ്യൂസ് പലപ്പോഴും
ഒരു വലിയ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്നാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 6 മാസം മുമ്പ് ഒരാൾ ഒരു റിവ്യൂ നൽകിയിട്ടുണ്ട്. ടോട്ടൽ സ്കാം, ദേ ഹാവ് ബീൻ ചീറ്റിംഗ് പീപ്പിൾ ഇൻ ദ നെയിം ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ടോട്ടൽ ഫ്രോഡ്, പ്ലീസ് തിങ്ക് ബിഫോർ ഇൻവെസ്റ്റിംഗ് വിത്ത് ദം. They show you lucrative profit in the initial days and if you fall for such trap, they escape with your investment. അതായത് ബില്യൺ ബീസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയുടെ വെബ്സൈറ്റിൽ പരസ്യമായിട്ട് ഇവർ പറയുന്നത് ട്രെയിനിങ് എന്ന് മാത്രമാണെങ്കിലും ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒട്ടനേകം പേർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ട്രെയിനിങ് മാത്രമല്ല, ട്രെയിനിങ്ങിലൂടെ അവരെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പൊ ഇത് 6 മാസം മുമ്പാണ് അദ്ദേഹം ഈ ഒരു റിവ്യൂ പോസ്റ്റ് ചെയ്തതെന്ന് ആലോചിക്കുക. മറ്റൊരാൾ പറയുന്നു, they are cheating, they don't respond. I am investor, they didn't give any reply for us. We are waiting 6 months over. അപ്പോൾ ഇത് 9 മാസം മുമ്പുള്ളതാണ്. കഴിഞ്ഞപ്പോൾ 1 വർഷത്തിലേറെ ആയിട്ട് ഈ പറഞ്ഞ ഒരു തട്ടിപ്പിന്റെ ചുരുളഴിയാൻ തുടങ്ങി എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ 4.6 എന്ന് പറയുന്ന റേറ്റിംഗ് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത്. മൊത്തം 119 പേരിൽ വെറും 3 പേർ മാത്രമാണ് ചെറിയ റേറ്റിംഗ് കൊടുത്തത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നത്തെ കാലത്ത് റേറ്റിംഗ് എന്ന് പറയുന്നത് അത് ആമസോണിലാണെങ്കിൽ ശരി, ഗൂഗിളിൻ്റെ അകത്താണെങ്കിലും ശരി, ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ശരി, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതെല്ലാം പെയ്ഡ് സർവീസസ് ആയിട്ട് പല ഏജൻസികളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3ഓ 4ഓ ജെനുവിൻ റിവ്യൂസ് അവ ഈ പറഞ്ഞ പെയ്ഡ് റിവ്യൂസിന്റെ അകത്ത് മുങ്ങിപ്പോകും. പിന്നെ മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു റിവ്യൂ കണ്ടാൽ പോലും നമുക്കറിയുന്ന പോലെ തന്നെ ഒരു കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിന് മാത്രമല്ല, അതൊരു ഏത് ഇൻവെസ്റ്റ്മെന്റ് സൈക്കോളജിയിലും ഉള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഷെയർ എടുത്തു. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് മറ്റു പല പല ഭാഗങ്ങളിലും നെഗറ്റീവായിട്ടുള്ള പല ന്യൂസുകളും വരുന്നു. മൊത്തം 10 നെഗറ്റീവ് ന്യൂസ് വരുന്നു, 2 പോസിറ്റീവ് ന്യൂസ് വരുന്നു എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ 10 നെഗറ്റീവ് ന്യൂസും ഞാൻ കേൾക്കില്ല, ഞാനത് ഒഴിവാക്കും, ഞാനത് അവോയ്ഡ് ചെയ്യും. മറ്റേ 2 പോസിറ്റീവ് ന്യൂസിന് മാത്രം ഞാൻ പ്രാധാന്യം നൽകും. അതായത് എനിക്ക് ഓൾറെഡി റിലയൻസ് ഇൻഡസ്ട്രീസ് ഞാൻ വാങ്ങുകയും അത് നല്ലതാണെന്നൊരു തോന്നൽ എനിക്ക് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊന്നും ആരും പറയുന്നത് ഞാൻ കേൾക്കില്ല. പലരും സ്വന്തം കുട്ടികളെ കുറിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും കാര്യമായി ക്രിറ്റിസിസം പറയുമ്പോൾ കേൾക്കാതിരിക്കുന്നത് പോലെ തന്നെ ഈ ഒരു കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ട്രെയ്റ്റ്സ്, ആ ഒരു ട്രാപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവായിട്ട് പലതും പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ കേൾക്കില്ല എന്നൊരു സത്യം അവിടെ നിലനിൽക്കും. ഇതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത്. തട്ടിപ്പുകാരുടെ ഏറ്റവും മാജിക്കൽ ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ് അതുപോലെ അല്ല ഇത്. നിങ്ങൾ പല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആകട്ടെ, നിക്ഷേപ തട്ടിപ്പുകളാകട്ടെ, അതിൻ്റെ അകത്ത് സമാനമായ രീതിയിലുള്ള ഒരു തട്ടിപ്പുകളുമായി മറ്റൊരു പേരിൽ പലരും വന്നിട്ടുണ്ടാകാം. ഉദാഹരണമായിട്ട് ഹൈ റിച്ച് മൈ ലൈഫ്, അങ്ങനെയൊക്കെയുള്ള പലതും കേട്ടിട്ടുണ്ടാവും. ഇവരെല്ലാവരും മറ്റൊരാളുടെ അടുത്ത് എന്ന് പറയുമ്പോൾ, പുതിയ കസ്റ്റമേഴ്സിനെ ചേർക്കാൻ വേണ്ടി ചെയ്ത് പറയുമ്പോൾ, പുതിയ കസ്റ്റമേഴ്സ് ഇതുപോലെ അല്ലായിരുന്നോ മറ്റത്, അതിങ്ങനെ പൊളിഞ്ഞു പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ തിരിച്ചു പറയുന്ന ഒരു കാര്യം, അതുപോലെ അല്ല ഇത് വേറെ. ഏതോ സിനിമയിൽ സലീം കുമാർ പറയുന്ന പോലെ ഇത് ഏകമുദ്ര, മറ്റത് ദ്വിമുദ്ര എന്ന് പറയുന്നത് പോലെ തന്നെയുള്ളൂ. പക്ഷെ ഇത് വളരെ നമ്മൾ ലളിതമായിട്ടും നിസാരമായിട്ടും തമാശയായിട്ടുമാണ് പറയുന്നെങ്കിൽ പോലും ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കെണിയിൽ വീഴാൻ സാധ്യത നമ്മുടെ മാനസിക സ്ഥിതിക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിങ്ങൾക്ക് ഈ പണം തിരിച്ചു ലഭിക്കുമോ? നിങ്ങളൊരു നിക്ഷേപകനാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പിൽപ്പെട്ടാൽ പണം തിരിച്ചു ലഭിക്കുമോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പലതും 100 കണക്കിന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ എത്ര പേർക്ക് ആ പണം തിരിച്ചു ലഭിച്ചിട്ടുണ്ട്? മിക്കവർക്കും ഇല്ല. എന്തുകൊണ്ടെന്നാൽ തട്ടിപ്പുകാർ നമ്മളെക്കാൾ ബുദ്ധിമാന്മാരാകുന്നു. വളരെ ലളിതമാണ് കാര്യം. ഉദാഹരണമായിട്ട് ഈ ഒരു കേസിൽ നോക്കുക. ഇവിടെ സുബിൻ ബിബിൻ ലിബിൻ എന്ന് പറയുന്ന കോംബ്ര ബ്രദേഴ്സ് ആണ് ഈ ഒരു തട്ടിപ്പ് പ്രസ്ഥാനം, ട്രേഡിംഗ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്നത്. ബില്യൺ ബീസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തത് കിഴക്കേ വളപ്പിൽ ബാബു ബിബിൻ, അതായത് ആദ്യത്തെ ആള് ബിബിൻ, പിന്നെ ജൈനിത വിജയൻ വസന്തി. പക്ഷെ മറ്റ് 2 സഹോദരങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ ബിബിന്റെ രജിസ്ട്രേഷൻസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ ഒരു കമ്പനി കൂടാതെ ബില്യൺ ബീസ് ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ബില്യൺ ബീസ് സെക്യൂരിറ്റീസ് ട്രേഡ് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയും ഡയറക്ടറാണ്. ബില്യൺ ബീസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെയും ഡയറക്ടറാണ്. ഇതുകൂടാതെ ജൈനിത വിജയൻ വസന്തി എന്ന് പറയുന്ന ആള്, അവർ ബില്യൺ ബീസ് സെക്യൂരിറ്റീസ് ട്രേഡ് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടറാണ്. അതായത് ഒന്നിലേറെ കമ്പനികൾ ഒരേ പേരിൽ പലതരത്തില് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി. ഈ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, അതിന് റെസീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ, അത് ഏത് കമ്പനിയുടെ പേരിലാണ് എന്നുള്ളത് പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. കേസും ഒക്കെ വരുമ്പോൾ ആ കമ്പനിയായിട്ട് മാത്രമേ നിങ്ങളുടെ ബാധ്യതകൾ പേയബിൾ ഉള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് വളരെ ഏറെക്കാലത്ത് സേവന പാരമ്പര്യമുള്ള പോപ്പുലർ ഫിനാൻസ്. പോപ്പുലർ ഫിനാൻസ് പല നിക്ഷേപങ്ങളും സ്വീകരിച്ചത് പോപ്പുലർ ട്രേഡേഴ്സ് എന്നും ഉള്ള പല പല പേരുകളിലാണ്. ഒരു കമ്പനി ഫോം ചെയ്യുന്നതോട് കൂടിയിട്ട് എങ്ങനെയാണ് അതിന്റെ പ്രൊമോട്ടർക്ക് വ്യക്തിപരമായിട്ടുള്ള ബാധ്യതകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാം എന്നുള്ളത് നിയമപരിരക്ഷ നൽകുന്നത് എന്നുള്ളതിന്റെ ചൂഷണം ചെയ്യുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ. അപ്പൊ കമ്പനി ലിക്വിഡൈസ് ചെയ്താൽ എന്ത് കിട്ടും? മിക്കവാറും ഈ പറഞ്ഞ കമ്പനികളൊക്കെ ലിക്വിഡൈസ് ചെയ്താൽ ഒന്നും കിട്ടില്ല.
പിന്നെ എങ്ങനെ കടം വീട്ടും? ഒന്നും നടക്കില്ല. ഹൈറിച്ചിലോ ലാവില്ലയിലോ ആട് തേക്ക് മാഞ്ചിയും സീരീസിന്റെ അകത്തോ പണം പോയവർക്ക് ആർക്കെങ്കിലും പണം തിരിച്ചു കിട്ടിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മറ്റൊന്നുകൊണ്ടല്ല, ഇവർക്കൊന്നും ഫിസിക്കൽ അസറ്റ് കാര്യമായിട്ട് ഇല്ല എന്നുള്ളത് തന്നെ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ പല പല ബാങ്കുകളിൽ നിന്നും ഒക്കെ കടമെടുത്തിട്ടുണ്ടാകാം. കൊടുക്കാനുള്ള ശമ്പളങ്ങൾ അതുകൂടാതെ ഉണ്ടാകാം. പ്രയോറിറ്റിയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവർക്ക് പണം ലഭിക്കൂ. കൂടാതെ ഇവരെല്ലാം പണം കൊടുത്തിരിക്കുന്നത് എന്തിന്റെ പേരിലാണെന്ന് കൂടി നമുക്ക് അറിയണം. അവർക്ക് പണം വാങ്ങിച്ചത് കമ്പനിയുടെ ഷെയർ ആയിട്ടാണോ വാങ്ങിച്ചത്? കാരണം ഇപ്പൊ പല ഫിനാൻസ് കമ്പനികളും നിക്ഷേപം സ്വീകരിക്കാൻ അധികാരമില്ലാത്ത പല ഫിനാൻസ് കമ്പനികളും അവര് പണം വാങ്ങിക്കുന്നത് കമ്പനിയുടെ ഷെയർ ആയിട്ടാണ്. നമ്മൾ എല്ലാ മുക്കിലും മൂലയ്ക്കും കാണുന്ന പല ഫിനാൻസ് കമ്പനികളുണ്ടാവും, ഗോൾഡ് ലോൺ കമ്പനികളുണ്ടാവും. ഇവയ്ക്കൊന്നും നിക്ഷേപം സ്വീകരിക്കാൻ വേണ്ടി 2 3 കമ്പനികൾക്ക് ഒഴികെ വേറെ ആർക്കും അധികാരമില്ല. പക്ഷെ അവർ FD ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ സ്വീകരിക്കുന്നത് അവരുടെ ഷെയർ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ കമ്പനി പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് തിരിച്ചു നിന്ന് ചോദിക്കാനോ ഒന്നും കിട്ടില്ല. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇത് ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് മാറാനുള്ള സാധ്യതയാണ്. പക്ഷെ എങ്കിൽ പോലും നല്ലൊരു വക്കീലുണ്ടെങ്കിൽ ഇത് ക്രിമിനൽ ഒഫൻസ് ആയിട്ട്, ക്രിമിനൽ കേസായിട്ട് മാറാനുള്ള സാധ്യതകൾ തുച്ഛമാണ്. അതുകൊണ്ട് പണം കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്നറിഞ്ഞെങ്കിൽ മാത്രമേ ഈ പണം തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആർക്കെങ്കിലും ഒരു അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. അവസാനമായിട്ട് ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? ഗുണപാഠം പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം ഇതുപോലെയല്ല അതെന്ന് പറഞ്ഞ് മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ മലയാളികൾ വീണ്ടും അതിനകത്ത് ചാടി വീഴും എന്നുള്ള ഒരു കാര്യം. എങ്കിൽ പോലും ഗുണപാഠം എന്താണ്? വളരെ ലളിതമാണ് കാര്യങ്ങൾ. 20% മീതെ ആരെങ്കിലും മോഹന വാഗ്ദാനവുമായി നിങ്ങളുടെ കയ്യിൽ സമീപിക്കുന്നുണ്ട് എങ്കിൽ, നിക്ഷേപങ്ങൾക്ക് റിട്ടേൺസ് നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഉടനെ ആട്ടി ഇറക്കി വിട്ടേക്കുക. 20% എന്ന് ഞാൻ പറഞ്ഞത് ഏറ്റവും ഹയർ സൈഡിലാണ്. അതുപോലും വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20% നിങ്ങൾക്ക് ലാഭവിഹിതം നൽകണമെങ്കിൽ അങ്ങനെ ഒരാൾ എന്തിന് നിങ്ങളുടെ അടുത്ത് നിന്നും പണം പിരിക്കേണ്ട ആവശ്യമുണ്ട്? ഇതിനേക്കാളും വളരെ ചുരുങ്ങിയ നിലയിൽ നല്ലൊരു ബിസിനസ്സിന് വേണ്ടി ഫിനാൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വളരെയധികം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ എന്തിനിവർ അധിക പലിശയ്ക്ക്, അധിക റിട്ടേൺസ് ഓഫർ ചെയ്ത് നിങ്ങളുടെ അടുത്ത് നിന്നും പണം വാങ്ങുന്നു? രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പണങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് സ്കീംസ് ഒക്കെ ആയിട്ട് വരുന്നുവെങ്കിൽ നിങ്ങൾ 2 തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ച് മാത്രം കൊടുക്കുക. ഒന്ന്, നിങ്ങൾ ആ പണം കൊടുക്കുന്നത് ഒരു ചാരിറ്റി ആയിട്ട് നിങ്ങൾ കൊടുത്ത് അവസാനിപ്പിച്ചേക്കുക. അതായത് ആ പണം ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നത് മനസ്സിൽ ആലോചിച്ചിട്ട് കൊടുക്കുക. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും പണം കടം കൊടുക്കുന്നുണ്ടെങ്കിലും ഇതേ കാര്യം തന്നെ ചെയ്യുക. തിരിച്ചു കിട്ടില്ല എന്ന് കരുതി കൊടുക്കുക. അഥവാ തിരിച്ചു കിട്ടാതിരുന്നാൽ പോലും നിങ്ങളെ ബാധിക്കാത്ത ഒരു തുക മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പോപ്പുലർ ഫിനാൻസ് ഒക്കെ പൊളിഞ്ഞു പോയപ്പോൾ പലരും അലമുറയിട്ട് കരയുന്നത് കേട്ടു. എന്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി വെച്ച പൈസയാണ്, ആ പണത്തിന് കുറച്ചധികം റിട്ടേൺസ് കിട്ടുമെന്നല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇതേപോലുള്ള കരച്ചുകൾ ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടേക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്, പണം കടം കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ ഒരു വാങ്ങിക്കുന്ന ആളെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുക. ആരാണ് ഇതിന്റെ പിന്നിൽ? അവർക്ക് എന്ത് കോമ്പിറ്റൻസിയാണ് ഈ ബിസിനസ് നടത്താൻ ഉള്ളത്? അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? നിങ്ങളെക്കാൾ ചുരുങ്ങിയ സ്റ്റോക്ക് മാർക്കറ്റ് നോളജ് ഉള്ളവരായിരിക്കാം ചിലപ്പോൾ ഇക്കാര്യം പറഞ്ഞ് നിങ്ങളെ സമീപിക്കും. പക്ഷെ അവരുടെ വാക്ചാരുതിയുടെ മുകളിൽ നിങ്ങൾ ചിലപ്പോൾ പണം മുടക്കും, പണവും കൊണ്ടുപോകും. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ ഇതിനെക്കുറിച്ച് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. മറ്റൊരു തെറ്റിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.